പക്ക് പോലൊരു സാധനം വരുന്ന ഞാൻ വിചാരിച്ച് ക്യാമറയാണെന്ന്. മോനെ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയാ കിട്ടിയത്. അതുകൊണ്ട് നടക്കുന്ന നീതിക്കാരി അവനൊക്കെ ആ സൈറ്റ് വെച്ച് തീർത്ത് കളയണം. പ്രായപൂർത്തിയായിട്ട് പെൺകുട്ടിയാണ്. അതിൻ്റെ പ്രലോഭനങ്ങളിൽ കൂടെ അത് ഇത് ചെയ്തു, ചൂഷണം ചെയ്തു. 14-കാരി ആവണിയും 20-കാരൻ ശരത്തും തമ്മിൽ ഇഷ്ടത്തിലായി. പക്ഷേ ആവണിയുടെ വീട്ടുകാർ കട്ട കലിപ്പിൽ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ ഇഷ്ടത്തിനെ വീട്ടുകാർ എതിർക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ശരത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മുഖ്യ ശത്രുവായി. നാട്ടിലെ ഉത്സവം നടക്കുന്ന സമയം ഉത്സവം കണ്ടു മടങ്ങുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളും സഹോദരനും വഴിയിൽ വെച്ച് കാമുകൻ ശരത്തിനെ കണ്ടുമുട്ടുന്നു. പിന്നെ പറയേണ്ടല്ലോ പൂരം, കൂട്ടയടി. അടി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല. തൊട്ടടുത്തുള്ള അച്ചൻകോവിലാറ്റിലേക്ക് എടുത്തൊരു ചാട്ടം. അവൾ ആത്മഹത്യ ചെയ്തു. ഇനി അറിയേണ്ടത് അവൾ എന്തിന് ആത്മഹത്യ ചെയ്തു? കാമുകനെ അച്ഛനും സംഘവും ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടിട്ടോ, അതോ കാമുകൻ അച്ഛനെയും സംഘത്തെ മർദ്ദിക്കുന്നത് കണ്ടിട്ടോ? ഞങ്ങള് പറഞ്ഞു വിലക്കിയതാ എന്റെ പൊന്നുമോളെ. എന്റെ പൊന്നുമോൾ ഇങ്ങനെ ഒരു കടങ്ങായി ചെയ്യുന്നു. ഒരിക്കലും വിചാരിച്ചില്ല എന്നെ വിട്ടിട്ട് പോകുന്നു. എന്തുണ്ടേലും അവൾ എന്നോട് ഒന്ന് പറയൂ. എന്തായാലും ഞാൻ വഴക്ക് പറഞ്ഞാലും അവൾ എന്നോട് വന്ന് പറയും. എന്ത് പറഞ്ഞാലും അവൾ എന്നോട് വന്ന് പറയും. എന്റെ പൊന്നുമോളെ കൊണ്ടുപോയി. സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചത് പറഞ്ഞെല്ലാം പറഞ്ഞ് തീർത്തായിരുന്നു. വാർഡ് മെമ്പർ ഇവരെല്ലാം ഒന്ന് പറഞ്ഞ് തീർത്തായിരുന്നു. പിന്നെ ഇവ ശല്യമായിട്ടൊക്കെയാണ് വന്നത്. 2-3 പ്രാവശ്യത്തെ ഇതായി. അപ്പോൾ ഇവിടെ എന്നോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇന്നലെ അമ്പലത്തിനടുത്ത് കോലം പോയപ്പോഴാണ് ഞങ്ങളിവിടെ നിന്ന് അമ്പലത്തിട്ട് പോയത്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ അവൻ പഠിക്കാൻ പോയി എറണാകുളത്ത്. അവനെ അവധിക്കൂടെ വന്ന. അപ്പോൾ ഞങ്ങളെല്ലാടാ പോയത്. അവനെ ഇവർ ഫോൺ വിളിച്ചെന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനൊക്കെ വെച്ചു. അവനെ അടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവണിയെ മടി വഴക്കുണ്ടായെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ അടിച്ചെടുത്തപ്പോൾ എന്നെ ഒത്തിരി പേര് വന്നടിച്ചു. പിന്നെ ഒത്തിരി ആൾക്കാരെ കൊണ്ടാണ് വരുന്നത്. അന്നേരമാണ് മോളെ എന്നെ അടിക്കുന്ന അടുത്ത് അടിച്ചാടി. ഞാനും കുളച്ചാടി. ഇത് പറഞ്ഞു വിലക്കിയില്ലായിരുന്നു നേരത്തെ പറഞ്ഞു. മെമ്പർമാർ ഇവരെല്ലാം പറഞ്ഞ് വിലക്കിയതാണ്. പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഭയങ്കര ശല്യമായിരുന്നു. അവൻ ഈ കഞ്ചാവ് കച്ചവടം ഒത്തിരി പരിപാടി ഉണ്ടോ അവൻ്റെ. അവനെ പോലീസെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നു. വന്നിട്ട് പോലും ഇന്നലെ രാത്രി തന്നെ ഇന്നലെ രാത്രി എന്നെ കൊണ്ട് മൊഴിയെടുപ്പിച്ച് എൻ്റെ മോള് മരിച്ച് കിടക്കുമ്പോൾ അവർ രാത്രി എന്നെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, അവനെ അകത്താക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഇവർ 8 മണിക്ക് എൻ്റെ മോളെ അടക്കുന്നതിന് മുമ്പ് അവർ ഇറക്കി വിട്ടത്. അവന് എന്തോ രീതിയാണ് ന്യായമാണെന്ന് എനിക്കറിയത്തില്ല എന്തുവാണ്. എന്നിട്ട് ഒരു പത്രത്തിൽ വന്നേക്കുന്നത്. എന്നിട്ട് എല്ലാ ചാനലുകാരും ഇന്നലെ ടി വിക്കകത്ത് ഒരു 12 വണ്ടി ഇവിടെ വന്നില്ല. എല്ലാ ചാനലുകാരുടെയും വണ്ടി വന്നിട്ടാണ് ഭയങ്കരമായിട്ട് മൈക്കും ഇതെല്ലാം വെച്ച് ചാനൽ നോക്കി അറിയും. എന്നിട്ട് ആ രീതിയിലല്ല ഇന്നലെ രാത്രി തന്നെ കാണിച്ചത്. എന്ത് ന്യായമാണെന്ന് പറയും. എന്തോ ന്യായം. പെൺകുട്ടിയുടെ പിതാവും സഹോദരനും കൂടെ സംഘർഷമുണ്ടായി. അങ്ങനെയൊക്കെയാണ്. അവിടെ ആരുമില്ല. അവരില്ലെങ്കിൽ പോകുന്നു. അവൻ കോല കൊടുക്കുന്നവനാണ്. അവൻ കോല കൊടുത്ത് പോകുന്ന. എന്നിട്ട് ഇവൻ ഗുണ്ടാളെയും കൊണ്ട് വന്ന് അടിപ്പിച്ചത്. എന്നിട്ട് ഇവർ രാത്രി വേറെ രീതിയിലാണ് ഇവർ ചിത്രീകരിച്ച് അവനെ രാത്രി 8 മണിക്ക് ഇറക്കി വിട്ടത്. അതെന്തോ ന്യായമെന്ന് പറയാം. സത്യാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. സത്യാവസ്ഥ അങ്ങനെ അല്ലല്ലോ. അവരിങ്ങനെ പോകുന്നില്ല. അന്നേരം ഈ 8 മണിക്കെന്ന് പറഞ്ഞാൽ ഇവർ 8 മണിക്ക് കൊല എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ സംഭവം അടിക്കാൻ നടക്കുന്നത് പറഞ്ഞു. കള്ളത്തരവും കാപട്യവും കൊണ്ട് നടക്കുന്ന കുറേ ചാനലുകാരും എല്ലാം ഉണ്ട്. ഇവരെല്ലാം എന്തോ വരവായിരുന്നു വരുന്നില്ല വന്നത്. എല്ലാ ചാനലുകാരും വന്നിട്ട് പറഞ്ഞെന്തോ നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് നിൻ്റെ മോക്ക് നീതി കിട്ടുമെന്ന്. നീതിയാണ് കിട്ടിയത്. അതുകൊണ്ട് നടക്കുന്ന നീതിക്കാരി. ഇത് ന്യായമാണ്, നീതിയാണ്. എന്നിട്ട് അവനെ ഇറക്കി വിട്ടേച്ച് അവർ വലിയ മിടുക്കം കളിച്ച് നടക്കുമായിരിക്കും. ഇതാണ് ന്യായം, നീതി. കേസ് കൊടുത്തപ്പോൾ CIക്ക് അയച്ചു കൊടുക്കണം എന്ന്, പാഴ്സൽ അയക്കണം, മറ്റേതയക്കണം എന്നൊക്കെ പറഞ്ഞു. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകത്തെല്ലാം ആക്കിയെന്ന്. കാരണം ഞാൻ എണ്ണക്കുറ്റം മറ്റേ പട്ടി അധികാരി അല്ലയോ, ഒരു പുറത്തേക്കോ ചെല്ലിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ ഇതിലാക്കിയതാണ്. എന്നിട്ട് മണിക്കൂറുള്ളിൽ ഇറക്കി വിട്ടത്. ഇതാണോ ശരി? എന്തോ ന്യായം എനിക്കെടുത്ത്. ഇതൊക്കെ ന്യായമാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ കുഞ്ഞ് പോയി. അവനെ ഇറക്കി വിട്ടേച്ച് പോലീസ് അവർ ഈ രാഷ്ട്രീയം അതിനകത്ത് അവരല്ലെങ്കിൽ ഒരിക്കലും ഇറക്കി വിടത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കൊച്ചു അടക്കം കഴിയുന്നതിന് പിന്നെ ഇറക്കി വിടും. അതെന്തൊരു ന്യായമാണ്?
എൻ്റെ കുഞ്ഞിന് കിട്ടിയത് അവന് 24 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചില്ല. അവനെ ഇറക്കി വിട്ട്, ഈ ഗുണ്ടയെ ഇറക്കി വിട്ട്. ഇതിന് പാർട്ടി സംഘം നല്ല നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പാർട്ടിക്കാരില്ല, ഞങ്ങൾക്ക് ഒടേ തമ്പുരാനും. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ പോയി, ഞങ്ങൾക്ക് ഇനിയും മറ്റുള്ളവർക്ക് ജീവിക്കണം. ഇവനെ അകത്താക്കിയേ മതിയാവുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം. എൻ്റെ കുഞ്ഞിനെ അവൾ മനഃപൂർവ്വം വെള്ളത്തിൽ ചാടിയതല്ല. അവരെ എൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന കണ്ടുകൊണ്ടാണ് അവൾ ചാടിയത്. ഇവ ഗുണ്ടകളെ കൊണ്ടുവന്ന് 7-8 പേരാ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ അടിച്ചതാണ്ട്. എൻ്റെ മൂത്ത മോൻ്റെ മുഖമെല്ലാം വീഴ്ത്തിരിക്കുന്ന കണ്ടോ. 2 കൊച്ചുമക്കൾ ഇവരുടെ കൂടെ ഇതിന് പോയത് ആ കോലത്തിൽ ചൂട്ട് പിടിക്കാൻ. എന്നിട്ട് അവരെ നീതി കിട്ടിയത് അവരുടെ പേര് കൊടുത്ത് സ്വന്തം പയ്യൻ നേരത്തെ ഉപദ്രവിക്കുന്ന അറിഞ്ഞിരുന്ന എന്തോ പയ്യനെ നേരത്തെ ഉപദ്രവിക്കുന്ന അറിഞ്ഞിരുന്ന ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഇവനിങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളെ, അവൻ പുറത്തുള്ളവരെയൊക്കെ അവൻ ഉപദ്രവിക്കും. പുറത്തുള്ളവരെ ഞങ്ങളെ ഇതാദ്യമായിട്ട് അവൻ ഉപദ്രവിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത് അവളെ കൊലയ്ക്ക് കൊടുത്തേച്ച് ഇപ്പം അവൻ നല്ല പോലെ വിലസി കിടക്കുന്നു. ഇത് കോടതി നിയമമില്ല. അപ്പം ഹരിജനങ്ങൾക്ക് എന്തുവാ ഞങ്ങൾക്കൊരു ജീവിക്കാനുള്ള ഒരു മാർഗം? അത് ഇനി മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും ഈ ജനങ്ങളും ഇത് അറിയണം. ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിക്കത്തില്ല. ഞങ്ങളിത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനാണ് പോയത്. എന്നിട്ട് ഈ ഗുണ്ട ഇവിടെ വിലസാൻ കൊണ്ട് അതിന് പാർട്ടിക്കാർ നല്ലപോലെ സ്വാധീനമുണ്ട്. അത് ഇനി അടുത്തത് കാര്യം ഞങ്ങളുടെ വേറെ ഒന്നിനെ വെട്ടിക്കൊന്നാലും ഇവരിതുപോലല്ലേ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയത്. ഇന്നലെ സ്കൂളിലെ പിള്ളേർ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ കാവണിക്ക് പരാതി കൊടുക്കാവുന്നു. പക്ഷേ ഇവരന്നേരം പറഞ്ഞു എന്തുവാ ഞങ്ങളിതെല്ലാം ഇപ്പം അങ്ങ് റെഡിയാക്കുമെന്ന്. അവർ റെഡിയാക്കിയത് രാവിലത്തെ പത്രത്തിൽ വന്നേക്കുന്നു. സഹോദരനും പിതാവും കൂടി ആക്രമിച്ചെന്ന്. നല്ല കാര്യമാണ്. എൻ്റെ മോനെ ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ പോയത്. അവളെ ഈ സമയത്ത് എന്നെ വിളിച്ചോണ്ടാണ് അവൾ അമ്പലത്തിൽ പോയത്. ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും അവളും കൂടെ അമ്പലത്തിൽ പോയി. ഇവരൊക്കെ മുന്നേ പോയി. ഞാൻ ചാടുന്നുണ്ടായപ്പോൾ ഇവരെ അച്ഛനെ അടിക്കുന്ന കണ്ടേച്ചു ഇവിടെ ചാടിപ്പോയി. അപ്പൊ ഞാൻ താഴെ ആളിൻ്റെ അവിടെ ചെരുപ്പിട്ടിട്ടുണ്ട്. ചെരുപ്പിൻ്റെ അടുത്തിരിക്കുക. ഞാൻ കണ്ടു മേളിൽ നിന്നൊരു പക്ക് പോലൊരു സാധനം വരുന്ന. ഞാൻ വിചാരിച്ച് ക്യാമറയാണെന്ന്. മോനെ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും ഞാൻ കൂടെ ചാടിയാണ്. എന്നിട്ട് അവർ മണിക്കൂറുകൾ കഴിഞ്ഞ് വന്ന കുഞ്ഞിനെ എടുക്കാനും കൊണ്ട് ആൾക്കാർ വരുന്നത്. ഒരു ഫോൺ കോൾ അന്നേരം ചെയ്യാൻ അവിടെ ആരും ഞാൻ കണ്ടില്ല. അവരെ അന്നേരം ചാടി രക്ഷപ്പെടുത്തിക്ക് എൻ്റെ കുഞ്ഞിന് ജീവിതത്തിൽ തന്നെ കണ്ടേനെ. അത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞേച്ച് അവനങ്ങോട്ട് ഇറങ്ങി 1/2 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലല്ലോ. പ്രേമം ഇങ്ങനെയുള്ള വികാരം കൊണ്ടാകുന്നതിൻ്റെ പ്രായമുണ്ട് അല്ലേ? ഒരു 5 വയസ്സുകാരുണ്ടാകുമോ? 10 വയസ്സുകാരുണ്ടാകുമോ? കുറേ പ്രായമായിരുന്നു. അപ്പോൾ അതിന് പ്രായം പോലും എത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ ചില കുട്ടികളെ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, അവർക്ക് ഇഷ്ടമായ ഒന്ന് ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പലഹാരമായിരിക്കും. അത് കൊടുത്ത് അതുങ്ങളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിന് നടത്തുന്നത് ന്യൂസുകൾ കാണുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. ഇതാണ് കാരണം. പ്രായപൂർത്തിയായിട്ട് പെൺകുട്ടിയാണ്. അതിൻ്റെ പ്രലോഭനങ്ങളിൽ കൂടെ അവർ ഇത് ചെയ്തു, ചൂഷണം ചെയ്തു. അപ്പോൾ അതിന് മറ്റ് മാർഗമില്ല. അതിന് അടിമപ്പെട്ടു പോകും. ഒരുപക്ഷെ അതായിരിക്കാം ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള ഈ സിസ്റ്റം നാശം എന്നുണ്ടെങ്കിൽ ഒരു വെറും ഇതുപോലെ ആൾക്കാരെ വീണ്ടും ആൾക്കാരെ പെരുപ്പിച്ചുകൊണ്ടിരിക്കും. ഇവനൊക്കെ ആ സൈറ്റ് വെച്ച് തീർത്ത് കളയണം. എങ്കിലേ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് അല്ലെങ്കിൽ 2 പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവരെ ഭയന്ന് നമ്മൾ എങ്ങനെ ജീവിക്കും? ഉമ്മാരെയൊക്കെ അന്നേരം സൈറ്റ് വെച്ച് തീർത്തേക്കണം. അന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് വിട്ടുകൊടുക്കും. 8 പേര് അടങ്ങുന്ന ഒരു ടീമാണ് വരുന്നത്. ആദ്യമേ എന്നെയാണ് വളഞ്ഞത്. ഇതിനു മുമ്പേ ഞാൻ ഈ പറഞ്ഞ ചെറുക്കനുമായിട്ട് ഞാൻ വരുമ്പം എന്നെ വളഞ്ഞവന്മാരെ നമ്മൾ ആ പാടെ ഭയന്ന് നിൽക്കുന്ന മനുഷ്യൻ സാധാരണപ്പെട്ടവരാണ് ഞങ്ങൾ, പട്ടികജാതിക്കാരൻ.